ഹായ് ഹലോ. അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം. ഇപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ. അപ്പോൾ തായ്ലാൻഡ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. എന്താ വെച്ചാൽ ചെറിയൊരു പനി വലിച്ചു, പിന്നെ അങ്ങോട്ട് ക്ഷീണം മാറണില്ല. അപ്പം എന്താ പറയുക, ക്ഷീണത്തിൽ നിന്ന് എന്താവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കോഴിക്കോടൊക്കെ പോയി നോക്കി. അങ്ങനെ ഇങ്ങനെയൊക്കെ യാത്രകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ജലദോഷത്തിൻ്റെ അല്ല. അപ്പം മിനിഞ്ഞാന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എന്താ പറയുക WBC കൗണ്ട് കുറച്ച് കൂടിയിക്കണ്. അപ്പോൾ പഠിച്ചവനെ പെട്ടല്ലോ കൗണ്ട് കൂടി. നോമ്പ് റമദാനാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, നോമ്പ് എടുക്കാൻ പറ്റൂലേ എന്താ പറയുക, അതിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇപ്പം ഇന്നലെ വീണ്ടും മിനിഞ്ഞാന്ന് ഗുളിക കുടിച്ചിട്ട് വലിയ കുറവൊന്നുമില്ല. അപ്പം ഇന്നലെ വീണ്ടും ഞാൻ പ്രദീപ് സാറിനെ പോയി കണ്ട് ഗുളിക കുടിച്ച് ഇന്ന് പുനർജനിച്ചിട്ട് കേട്ടോ. അപ്പൊ സുഖമുണ്ടല്ലോ വിജയപ്പോ? നല്ല ഉഷാറുണ്ട് അല്ലേ? ഇന്നലെ എനിക്ക് സംസാരിക്കാനും കൂടി ഒരു എന്താ പറയാ, നമുക്കൊരു പ്രതിരോധ ശക്തി കുറഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇരുന്നിട്ടോ. നല്ല ക്ഷീണം എന്ന് വെച്ചാൽ ഞാൻ കുളിക്കും, എല്ലാ സംഭവങ്ങളും ഉണ്ട്, കുളി നനയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ജോലി എടുക്കാൻ കൊണ്ട് വരാൻ കഴിയുമ്പോൾ എനിക്ക് പോയി കിടക്കണം, അങ്ങനെയുള്ള ക്ഷീണമായിരുന്നു. അപ്പോൾ വേഗം പോയി ഒരു ട്രിപ്പ് ഇട്ടു. എന്നാൽ ട്രിപ്പ് ഇട്ടാൽ സുഖമാവെന്ന് വിചാരിച്ചു, മാറണില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടർ, നമ്മളെ കോട്ടപ്പാളയിൽ തന്നെ ഡോക്ടർ കൗണ്ട് നോക്കിയപ്പം കൗണ്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, 13 സംതിങ് ഉണ്ട്. അപ്പം മെഡിസിൻ കഴിച്ചു. പിന്നെ വീണ്ടും ഇന്നലെ ക്ഷീണം മാറില്ല. അപ്പം ഞാൻ പ്രദീപ് സാറിന് പോയി കണ്ടു, പെരിന്തൽമണ്ണ മൗലാനയത്തെ. ഇപ്പോൾ ഇന്ന് നല്ല സുഖമുണ്ട്, ആ പഴയൊരു എനർജി കിട്ടിയിട്ടുണ്ട്. രാവിലെ തൊടി കൂടിയൊക്കെ പോയി കോഴികളെ പിന്നാലെയൊക്കെ നടന്ന് ബിജമുവിൻ്റെ കൂടെ കുറേ തുണികളൊക്കെ വിശിയിലിടലും മടക്കലും. അപ്പം ബിജമ്മു ചോദിക്കും, ഇവിടെ നനച്ചുളി പരിപാടി ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആ പരിപാടി നമുക്കില്ല കേട്ടോ. നനച്ചുളി പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്താ പറയുക, പണിക്കാരെ കൂടെ നിന്നിട്ട് ഓരോ റൂം എപ്പോഴും ശരിയാക്കും. മുറ്റായാലും വർക്കേരായാലും റൂംസ് ആയാലും എല്ലാം, ബാത്റൂം ആയാലും ഇടയ്ക്കൊന്ന്. അപ്പം ഇവരങ്ങളെ എപ്പോഴും കാണുന്നില്ലെങ്കിലും ഒരു 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചയിലൊരു ദിവസം മാളൂനെ വിളിച്ചിട്ട് വൃത്തിയാക്കൽ. ബിജും പോലും ഇങ്ങോട്ട് വരാത്തല്ലേ? ബിജു ഇപ്പം 3 ദിവസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം മാളൂന് ബുദ്ധിമുട്ടുള്ള സമയത്താണ് ബിജു ഇങ്ങോട്ട് വരല്. പിന്നെ പിള്ളേരുള്ള സമയത്ത് ഞാൻ 2 ആളെയും വിളിക്കട്ടോ. അപ്പോൾ അതാ നാളെ നോമ്പെടുക്കാൻ റെഡി ആയിക്കാണ്. ഇനി വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, ഷോർട്ട് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും കേട്ടോ. അല്ലാണ്ട് ഞാൻ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഇടൂല. നിങ്ങൾക്ക് അറിയാലോ, ഞാനിങ്ങനെ ഇഷ്ടം തോന്നുമ്പോഴുള്ള വീഡിയോ എടുക്കലുള്ളൂ. പാട്ടായാലും വീഡിയോസ്, വ്ളോഗ് വീഡിയോ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സൗണ്ടിനൊക്കെ അടവുണ്ട്, ശരിയായിട്ടില്ല. എന്നാലും എനിക്ക് നാളെ നോമ്പ് നോക്കാം കഴിയുമെന്ന് വിചാരിക്കണോ. നാളെ എന്താ പറയുക, ക്ഷീണം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. എടുക്കണം, നോമ്പ് എടുക്കും ഞാൻ. ഗുളിക ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൗണ്ട് എന്താ പറയുക, ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ക്ഷീണം വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോമ്പ് നമ്മൾ ഫറല നോമ്പ് എടുക്കുമ്പോഴേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പെരിന്തൽമണ്ണ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ണീൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളി, നിങ്ങൾ ധൈര്യമായിട്ട് നോമ്പ് എടുത്തോളി എന്ന് പറഞ്ഞപ്പം മെഡിസിനൊക്കെ അവിടുന്ന് അവർ കണ്ടിട്ടുണ്ട്, എന്താ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഗുളിക കുടിച്ച് അവർ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നേരത്തെ മരുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഗുളിക കുടിച്ചിട്ട് പിന്നെ പെലച്ചിൻ്റെ മുമ്പായിട്ട് ഗുളിക കുടിക്കണം. പൊതുവേ പ്രഷറിന് ഷുഗറിനുള്ള ഗുളിക ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്കും ഉണ്ട്, പിന്നെ ഒരു പ്രോട്ടീൻ ഗുളിക ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുടങ്ങാൻ പോവുകയാണല്ലേ. ബിജമ്മു ഒന്നാമതപ്പം തന്നെ നോമ്പ് തുറക്കുക കേട്ടോ. അപ്പോൾ ബിജമ്മുവിന് ഭയങ്കര സങ്കടം. എല്ലാവരും ചോദിക്കുക അത്ര ബിജമ്മുവിനോട്, താത്താനോട് പിണങ്ങിക്കുകയാണോ ചോദിക്കുക അത്ര. അപ്പം ബിജമ്മുനെ ഇടയ്ക്ക് വിളിക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിണങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. സഹായിക്കുന്ന ആൾക്കാരോട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തരണട്ടോ എന്ന് പറയും. അല്ലാണ്ട് പിണങ്ങി നിൽക്കൊന്നുമില്ലല്ലേ? ഇല്ലല്ലോ. അപ്പൊ വന്നിട്ടിപ്പോ എവിടക്കൊക്കെ കൊണ്ടുപോയില്ലേ? ഇപ്പൊ ഇന്ന് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിക്കൂടി. ഞാൻ അവിടെ എണീറ്റ് വന്നപ്പോത്തിന് ഇറച്ചി എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ ഓടിക്കതൊന്ന് കഴുകി തരുമോ ചോദിച്ചിട്ട്, താത്താക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ബീഫ് അവള് തൊടൂല. ഭയങ്കര വളർത്തിയാട്ടോ. അപ്പം ബീഫൊക്കെ ഞാനൊന്ന് പറ്റിച്ച് വെച്ചു. ഇനി പലിച്ചക്ക് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് പൊരിക്കും. പിന്നെ മുരിങ്ങൻ്റെ താളിപ്പും പേരിയും ഒക്കെ വേണം കേട്ടോ. പലിച്ചക്ക് അങ്ങനെയാണ് നോമ്പിന് എല്ലാ സംഭവങ്ങളും. നോമ്പ് തുറക്കുമ്പോൾ അധികമൊന്നും വേണ്ട, പലിച്ചക്ക് നന്നായിട്ട് കഴിക്കും. നല്ലോണം ചോറ് തിന്നും ഞാൻ പലിച്ചക്ക്. എന്നാലും എനിക്കൊരു എന്താ പറയുക, വൈകുന്നേരം വരെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദാഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് നോമ്പിന് ദാഹമൊന്നും അറിയില്ലല്ലോ.
പിന്നെ അതുപോലെ എന്താ പറയുക, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നല്ലോണം വെള്ളം കുടിക്കും, നല്ല കുടിക്കും. രാത്രി നല്ല വെള്ളം കുടിക്കും. അതുകൊണ്ട് യൂറിൻ ഇൻഫെക്ഷനൊന്നും വരില്ല. നോമ്പിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ഫുഡ്, പലഹാരങ്ങൾ, ഈ സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. നോമ്പ് തുറന്നേക്കിന് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നിട്ട് നല്ല സ്ട്രോങ്ങിലൊരു ചായയും കുടിച്ച് നമ്മൾ കഴിക്കാനുള്ളത് അപ്പോഴേയാണ് കഴിക്കും ഞാൻ. എന്നിട്ട് നിസ്കരിക്കാൻ പോവുള്ളൂ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പിള്ളേർ ആരും ഇല്ല കേട്ടോ, ഉണ്ടാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ അങ്ങനെ ഫ്രൂട്ട്സോ എന്തെങ്കിലും ചൂടുള്ളതോ റവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റവ ഉണ്ടാക്കും കേട്ടോ. ഒരു ലാസ്റ്റ് വരെ ഉണ്ടാക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അങ്ങനെ മടുപ്പ് തോന്നും. അപ്പോൾ ഫസ്റ്റ് നോമ്പിനൊക്കെ എപ്പോഴും റവ ഉണ്ടാക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു മയക്കം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ അവിടെ നിർത്തലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നോമ്പ് വിശേഷങ്ങൾ. പിന്നെ ഇവിടെ നനച്ചുള്ളി പരിപാടി ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നനച്ചുള്ളി പരിപാടി എന്ന് പറഞ്ഞിട്ട് വീട് ഈ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ കടുപിടുവാനെടുക്കുന്ന ജോലികളൊന്നും ഇല്ല. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമായിട്ട് അങ്ങനെ കുറച്ചിങ്ങനെ യാത്രകളൊക്കെ വന്നപ്പം വീട്ടിലില്ലാത്തതുകൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. അപ്പോൾ വിജമ്മു വന്നിങ്ങനെ 2-3 ദിവസമായി ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ മാളു ഇടയ്ക്ക് വരുന്ന സമയത്ത് മാളും ഇങ്ങനെ ഓരോ റൂമൊക്കെ വൃത്തിയാക്കും. പിന്നെ പിള്ളേരാരും ഇല്ല, അതിനും നോമ്പ് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും റമദാൻ ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നോമ്പൊക്കെ എടുക്കാനും എല്ലാം തറാവി നിസ്കരിക്കാനും എല്ലാം കഴിയട്ടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നോമ്പിന് പിന്നെ സൗദിയിലായിരുന്നു, മോളടുത്ത് ദമാമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉംറക്ക് പോയി. നല്ല സുഖമുള്ള നോമ്പായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, തണുത്ത കാലാവസ്ഥയായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് അവിടുന്ന് ഒരു ക്ഷീണം അറിയില്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് രാത്രി 1 മണിക്കാണ് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത്. 20 നോമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഈ ദിവസം നമുക്ക് നോമ്പായിരുന്നു അവിടെ ദമാമിൽ. അന്ന് ഫസ്റ്റ് തുടങ്ങുമല്ലോ. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഒരു 4 മണി നോക്കുമ്പോൾ, സമയം എങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സൗദി ടൈമാണല്ലോ, 4 മണിയായിട്ടാ ബാങ്ക് കൊടുക്കുന്ന സമയമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പഴവും കഴിച്ചു, മെഡിസിനും കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിങ്ങോട്ട് താഴത്തേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ നേരം വെളുത്തിക്കണം. പിന്നെ തവക്കലത്ത് അലല്ല, എൻ്റെ മനസ്സിൽ നോമ്പ് എടുക്കണം എന്നുള്ള നീയത്താണല്ലോ. ഞാൻ ആ നോമ്പ് ഫുള്ള് എടുത്തു, അങ്ങനെ തന്നെ എടുത്തു. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോ പുറത്തോളം എന്ന് വിചാരിച്ചാൽ ഫുള്ള് നോമ്പ് എടുത്തു തന്നിട്ടോ. അതുപോലെ നോമ്പ് എന്താ പറയുക, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലോ, ഭയങ്കര വിഷമിക്കാറില്ല. അപ്പോൾ അതുപോലെ എനിക്കും തന്നെ ഈ ഒരു നോമ്പിന് നോമ്പെടുക്കാൻ പറ്റൂലേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എനർജറ്റിക് ആയിട്ടുണ്ട്. തൊണ്ടക്കൊക്കെ ഒരു അടവും ചെറിയൊരു കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഓക്കെയാണ്. അപ്പോൾ നാളെ നോമ്പെടുക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ നോമ്പ് വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാണ്ട് കേട്ടോ. നോമ്പിൻ്റെ കഥ ഞങ്ങൾക്ക് കൂടുതൽ നോമ്പിനെ കുറിച്ച് എഴുതാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിന്. ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പം എല്ലാവരും പറയും ചെറുപ്പത്തിലേ നോമ്പെടുത്ത് ശീലിച്ചാലേ വലിപ്പത്തേക്ക് ആ ശീലം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പം എനിക്കൊക്കെ ഭയങ്കര എന്താ പറയുക ഇഷ്ടമായിരുന്നു നോമ്പ്. പക്ഷെ ഉപ്പയൊന്നും എന്താ പറയുക, ഞാൻ മെലിഞ്ഞിട്ടാണ് നോമ്പ് നോറ്റ ക്ഷീണിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റമദാൻ മാസം ആയാൽ ഇപ്പം എന്താ ചെയ്യാന്നറിയാം, പിന്നെ കുറച്ച് അരിഷ്ടവും കുറച്ച് ലേഹ്യവും ഒക്കെ കൊണ്ടുവന്നിരുന്ന ഞാൻ നോമ്പ് എടുക്കില്ലല്ലോ, മരുന്ന് കഴിക്കാണ്ടല്ലോ എന്ന് പറയും. അപ്പം അങ്ങനെ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ എന്നെ നോമ്പെടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ആ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ശീലം എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല. ചെറിയ കുട്ടിയാകുമ്പം എന്താ പറയുക ഇഷ്ടമായിരുന്നു, പക്ഷെ നോമ്പ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ ബുദ്ധി വെച്ചിരുന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ കുട്ടിയൊക്കെ ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ തന്നെ നോമ്പെടുക്കാൻ തുടങ്ങി. ഇപ്പൻ്റെ അടുത്തൊന്നും ഉമ്മൻ്റെ അടുത്തൊന്നും സമ്മതം ചോദിക്കൂല. നോമ്പ് ഞാൻ പലിച്ചക്ക് എണീക്കും, വല്യമ്മ ഉണ്ടാവും, അപ്പോൾ വല്യമ്മേൻ്റെ കൂടെ പലിച്ചക്ക് എണീക്കും, എന്നിട്ട് നോമ്പെടുക്കും. ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഞാനൊരു 4 മണിയായപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നോമ്പ് എടുത്തന്ന് ഞാൻ ഉച്ച വരെ നോറ്റിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും മുഴുവനാക്കിട്ടോ. 4 മണിക്കൊക്കെ എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് കരയാവും കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയം വരെ, ബാങ്ക് കൊടുക്കാൻ അങ്ങനെ തുടങ്ങണത് വരെ നമ്മളിങ്ങനെ ആ വെള്ളം നമ്മളെ തൊടിയിൽ ഇപ്പുറത്ത് തന്നെയാണ് പള്ളി കേട്ടോ. അപ്പം
ഇപ്പം കൊടുക്കുന്ന വെച്ച് വെള്ളവും കാരയ്ക്ക് റവയൊക്കെ ഇങ്ങനെ മുന്നിൽ വെച്ചിരിക്കും. അതുപോലെ വല്യമ്മ ഒരുപാട് തരിക്കഞ്ഞി ഉണ്ടാക്കും. തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇത് കുറച്ചേ കുടിക്കുള്ളൂ എല്ലാവരും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ. പിന്നെ അത് നമ്മൾ അപ്പുറത്ത് ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കൊടുക്കും. നമ്മളെ വീട്ടിലൊരു സഹായത്തിനൊരു കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി. അപ്പം ഞാനും ലക്ഷ്മിയും വീട്ടിൽ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ആ ഒരു നോമ്പ് തുറന്നിട്ടുണ്ട് മയങ്ങിയിട്ടൊരു കിടത്തം ഞങ്ങളെ പടിഞ്ഞാറ ഭാഗത്തൊരു മരത്തിൻ്റെ പടിയിടും ഇങ്ങനെ കാറ്റ് വരുന്ന സ്ഥലത്ത്. എന്നിട്ട് അങ്ങനെ നീർന്നങ്ങോട്ട് കിടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് നോമ്പ് അനുഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുത്തനാട്ടിൽ വന്നിട്ട് പിന്നെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് വന്ന് അങ്ങനെ നമ്മൾ ഫുൾ എന്താ പറയുക നോമ്പും കാര്യങ്ങളും. ആ നോമ്പൊക്കെ ആയാലും ഇവിടെ പഴയ വീടാകുമ്പം നനച്ചുകുളി അങ്ങനെയൊക്കെ. പഴയ വീടാകുമ്പോൾ ഒരുപാട് ശരിയാക്കാൻ ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മൾ പുതിയ വീട് വെച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവിടെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ വീടൊന്ന് എന്താ പറയുക എല്ലാവരും കുറച്ച് ആൾക്കാരെ വിളിച്ച് കാണാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യിക്കും, എല്ലായിടും വൃത്തിയാക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗസ്റ്റ് വരുമ്പോഴൊക്കെ. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് വിട്ടിട്ടല്ലേ വീട്. പിന്നെ മുന്നിൽ ചെടിക്കൊക്കെ വെള്ളം നനയും സ്പ്രിംഗ്ലറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് പൊടിയൊന്നും മുന്നിൽ സിറ്റ് ഔട്ടിൽ ഉണ്ടാവാറില്ല. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇത്തിരിയൊക്കെ അങ്ങനെ കാണുള്ളൂ. എന്നാലും ഇടയ്ക്കൊരു 4 ദിവസം കൂടുമ്പം തുടക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നോമ്പിന് ഇതുപോലെ ഒരുപാട് കഴിക്കണം എന്നൊന്നുമില്ല, വയറ് നിറച്ച് കഴിക്കും കേട്ടോ. പിന്നെ ഇപ്പം ഇവിടെ നോമ്പ് തുറക്കാനൊന്നും ആരും ഉണ്ടാവൂല, ഞാനും കുഞ്ഞാക്കും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ അടുത്തുനിന്ന് മുത്തു അവരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. വൈകുന്നേരമൊക്കെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ് രാത്രി ഇങ്ങനെ ഒരു ഫുഡ് കൺട്രോളിൽ ഇങ്ങനെ പോകുമ്പോൾ മുത്തു എന്തെങ്കിലും ഉണ്ടാക്കണടി വന്നിട്ട് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഇടയ്ക്ക് കഴിക്കലുണ്ട് ഇപ്പം. മറ്റേത് ഞാനും കുഞ്ഞാക്കും ഇങ്ങനെ ഒരു കൺട്രോളിൽ പോകുമായിരുന്നു ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കഴിക്കില്ല. പിന്നെ ഇപ്പോൾ പനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷീണം വന്നതിന് ശേഷം നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. ഒന്ന് ഉച്ചക്കൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ റമദാൻ, ഹാപ്പി റമദാൻ. എല്ലാവർക്കും നല്ല ഈ ഒരു മാസം നല്ല ഇതാവട്ടെ, എന്താ പറയുക, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ, നോമ്പെടുക്കാനും എല്ലാറ്റിനും അതുപോലെ ചെയ്യാൻ അതുപോലെ എല്ലാവർക്കും നല്ല നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഞാനൊക്കെ നോമ്പിന് ഫസ്റ്റ് എന്താ പറയുക ഖുർആനോത്ത് നോമ്പിനൊരു പ്രത്യേകത എനിക്ക്. അത് എന്നിട്ട് എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഫുള്ള് ഓതാനുള്ളത് നോമ്പിനാണ് തീർക്കുകയാണോ ചോദിക്കും. അപ്പം ഖുർആൻ ഓതി എങ്ങനെ ഇരിക്കും. അപ്പോൾ സഹായിക്കാനൊക്കെ ആളുണ്ടാവില്ല കിച്ചണിൽ. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒരു 4 മണിൻ്റെ ശേഷം കിച്ചണിക്ക് കയറുള്ളൂ. അങ്ങനെയൊക്കെ നോമ്പിനൊരു ചിട്ടയാണ്. എന്നാലും എൻ്റെ ഫ്രൂട്ട്സും ചെടികളും ഒക്കെ ആയിട്ട് പോവും. പയറിൻ്റെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നോമ്പിന് കുറച്ച് ഉപ്പേരിക്കൊക്കെ പലിച്ചൊക്കെ കഴിക്കാനും പയർ നമ്മൾ വെറുതെ ഇങ്ങനെ കഴിക്കുക എന്നൊക്കെ പറയില്ല, പക്ഷെ കഴിക്കാനൊന്നും തോന്നൂല അല്ലേ. ഇത്തിരിയൊക്കെ ഉണ്ടാക്കും. അതുപോലെ കഞ്ഞിയൊക്കെ കുടിക്കുകയാണെങ്കിൽ രസമാണ്, പയറിൻ്റെ ഇലയൊക്കെ കഴിക്കുക അല്ലേ. പിന്നെ അതുപോലെ പലിച്ചൊക്കെ നന്നായിട്ട് ചോറ് തന്നെ കഴിക്കുക കേട്ടോ. ആദ്യമൊക്കെ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചിരുന്നു. ചോറ് കഴിച്ചതിന് മേലെ കേട്ടോ. ഇപ്പോഴും നല്ലോണം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നല്ലോണം വെള്ളം കുടിക്കും. ബാങ്ക് കൊടുക്കുന്നത് വരെ വെള്ളം കുടിക്കും. എന്നാൽ യൂറിൻ ഇൻഫെക്ഷനൊന്നും വരില്ല. അതുപോലെ തണുത്തതൊക്കെ കഴിക്കാൻ നോക്കും, നല്ല തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കും. പിന്നെ എന്താ പറയുക, ഒരുപാട് എണ്ണപ്പലഹാരങ്ങളൊന്നും കഴിക്കാതെ ശ്രദ്ധിക്കും ഞാൻ. അപ്പം എല്ലാവരും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ പുറത്തുനിന്നൊക്കെ ഫുഡ് ഈ നോമ്പിനൊക്കെ കഴിക്കുമ്പം ഭയങ്കര ഇതാണ്, എന്താ പറയുക, ഒരുപാട് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം ഞാൻ ആ തായ്ലൻഡ് പോയി വന്നിട്ട് ആ വെയിൽ കൊണ്ടിട്ടാണ് എനിക്ക് ഇൻഫെക്ഷൻ വന്ന് പനി ക്ഷീണവും ഈ കൗണ്ടൊക്കെ കൂടിയത്. അപ്പം എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. അപ്പം ഒന്നും കൂടി എല്ലാവർക്കും റമദാൻ, ഹാപ്പി റമദാൻ.